ഒരു കാര്യം, ഇന്നലെയാണല്ലോ ഈ മണർകാട് ഒരു യുവാവ് വാട്ടർ ടാങ്ക് വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കിട്ടി. ഇന്നത്തെ രാവിലത്തെ തിരച്ചിലാണോ മൃതദേഹം കിട്ടുന്നത്? അതേ സജിത്ത്, ഇന്ന് രാവിലെയാണ് ആ മൃതദേഹം കിട്ടിയത്. അല്പസമയം മുമ്പാണ് അതിൻ്റെ ഒരു വിവരം നമുക്ക് ലഭിച്ചത്. ഇത് തന്നെയാണ്, ആളുകൾ ഇങ്ങനെ ഓരോ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി വീട്ടിലേക്ക് വെള്ളം കൂടുതൽ ഉയരുന്നു, അപ്പോൾ വാട്ടർ ടാങ്ക് ഒഴുകിപ്പോകുന്ന നില വരുന്നു. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം അത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ അതിനിടയ്ക്ക് അത് ഒഴുകിപ്പോകുന്ന സ്ഥിതി വന്നു. പെട്ടെന്ന് ഇത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ശരൺ വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. NDRF സംഘവും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമൊക്കെ തെരച്ചിലിന് വേണ്ടി ഇറങ്ങുകയും ഏതാണ്ട് പുലർച്ചെ 3 മണി വരെ അവർ അത്തരം പരിശോധനകളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ സംഘങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. പക്ഷേ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. നമുക്ക് ലഭ്യമാകുന്ന പുതിയ വിവരമനുസരിച്ച് മണർകാട് പ്രദേശത്ത് തന്നെ ഒരു 10 വയസ്സുകാരൻ കൂടി വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു 10 വയസ്സുകാരൻ വെള്ളത്തിൽ വീണിട്ടുണ്ട് എന്നുള്ള ഒരു പുതിയ വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള തെരച്ചിലും തുടരുകയാണ്. അതായത് ഈ വീട്ടിലൊക്കെയും പലയിടത്തും വെള്ളക്കെട്ടിൽ കുട്ടികൾ അത്രയും ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. അവർ പെട്ടെന്നൊക്കെ വെള്ളത്തിലേക്ക് വീണ് പോയാൽ ഇവിടെ നമ്മൾ വിചാരിക്കാത്തത്ര ഒഴുക്കാണ് പല പ്രദേശങ്ങളിലുള്ളത്. ഇപ്പം ഞാൻ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഈ വള്ളം വരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ അങ്ങോട്ടൊക്കെ അതിശക്തമായ ഒഴുക്കാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അത്ര എളുപ്പമല്ല, ചെറിയ കുട്ടികളോ ഒക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ വല്ലാതെ പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അങ്ങനെയാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത്. എന്തായാലും അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഈ കുട്ടിയുടെ വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇതുവരെ ഏതാണ്ട് 3 പേരോളം, ഈ 3 പേരോളം, ഈ ഉരുൾപൊട്ടലിൽ മരിച്ച 2 പേരുൾപ്പെടെ 5 പേരോളം മരിക്കുന്ന നിലയാണ്. ഈ കുട്ടി ഒഴികെയുള്ളവർ, കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ വെള്ളം കെട്ട് അതൊരു വലിയ ദുരിതമായി തുടരുന്നു. അതിനിടെ ഇപ്പോൾ വീണ്ടും ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചു മുമ്പ് അതിശക്തമായ മഴയായിരുന്നു. വീണ്ടും ആശങ്കപ്പെടുത്തുന്ന മഴ ഏതാണ്ട് 10-20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തീക്കോയിൽ ഇന്നലെ രാത്രി മഴ പെയ്തു. 30 മില്ലിമീറ്ററാണ് മഴ രേഖപ്പെടുത്തിയത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും മറ്റും അതിനുള്ള വിവരം പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ വ്യാപകമായി പലയിടത്തും ഒറ്റപ്പെട്ട മഴയുണ്ട്. ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ ആ ഓറഞ്ച് അലർട്ടിന് അത്രത്തോളം ശക്തമായ മഴ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അലർട്ട് എങ്ങനെ നിൽക്കുന്നു, വെയിലുണ്ടോ? ഇപ്പോൾ രാവിലെ ഒരു സമയത്ത് നല്ല വെയിലായിരുന്നു, നല്ല ചൂടുള്ള വെയിലായിരുന്നു, കുറച്ച് ഏതാണ്ട് ഒരു 1/4-3 മണിക്കൂറോളം. പക്ഷേ വളരെ പെട്ടെന്നാണ് അന്തരീക്ഷം മാറുന്നത്, വളരെ പെട്ടെന്നാണ് പിന്നീട് മഴയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഒന്നും പ്രവചിക്കാനോ അല്ലെങ്കിൽ ഇനി മഴ പെയ്യില്ല എന്നങ്ങ് തീർത്ത് പറയാനോ ഒന്നും പറ്റുന്ന സാഹചര്യമല്ല നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ മഴ മാറുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്രയും ചൂട് പെട്ടെന്ന് വരുന്നത് എന്നും തോന്നുകയാണ്. ആ വെയിൽ കൊണ്ടാൽ നമുക്ക് അത്രയും ചൂടാണ്. അങ്ങനെ കാലാവസ്ഥയുടെ ഒരു വലിയ മാറ്റം ആ നിലയിൽ കൂടി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നേരിട്ട് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മഴ ഇനി മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വ്യക്തമാകുന്ന സാഹചര്യമല്ല. ഇന്നും ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോൾ അതാണ് സാഹചര്യം. ഇവിടെയൊക്കെ ഇതാണിതാ നമുക്ക് ഒരു വീടിൻ്റെ ഗേറ്റ് ഏതാണ്ട് പൂർണ്ണമായും മുങ്ങി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇങ്ങനെ പൊതുവിൽ ഏതാണ്ട് ഈ മേഖല എന്ന് പറഞ്ഞാൽ പോലെ കോട്ടയത്തിൻ്റെ ചുറ്റുവട്ടമാകെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. പാലക്കാർക്ക് അല്പം ആശ്വാസം, അവിടെ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപകട നിരപ്പിന് താഴേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ മൂവാറ്റുപുഴ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലും വെള്ളം അല്പം താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ മീനച്ചിലാറിൽ ഈ താഴെ പ്രദേശങ്ങൾ, കോട്ടയത്തിന് ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. സജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.